എന്താടാ ചിഞ്ചാന് കിടന്ന് തൊള്ള ഉറക്കണ? ഞാൻ എന്റെ ടിവിക്ക് വല്ല പറ്റണമെന്ന് നോക്കിയിരുന്നു. അതെന്താ ഫാങ്ക്ലിൻ എണ്ണ ഇപ്പൊ അങ്ങനെ? ഓടാ, ഇവിടെ ഒരു കുരുത്തക്കെട്ട ചെറുക്കനുണ്ട്. ആ ചെറുക്കൻ വല്ലതും ചെയ്യണമെന്ന് നോക്കിയതായിരുന്നു. അതൊക്കെ അവിടെ നിക്കട്ടെ. നീ എന്തിന് രാവിലെ എന്നെ വിളിച്ചാ? ഓറാമോന്റെ വീട്ടിലാ? ഓ നീ വാ. എന്നാ കഴിച്ചു? ഞാൻ അവനെ നിപ്പി കൊണ്ടുപോണ കാര്യം എന്ന് വെച്ചാൽ കൊണ്ടുപോയില്ലെങ്കിൽ ഒരു സമാധാനം തരൂല ഷിംജാൻ. അതുകൊണ്ടാണ് കൊണ്ടുപോണ. ഈ ഷിംജാൻ ഭയങ്കര വാശിയാണ്. എടാ ഷിംജാനെ വന്ന് വണ്ടി കയറ്. അല്ലോ നീ എന്തിനിപ്പോ ഡോറേമോന്റെ വീട്ടിൽ പോണ? അതുകൊണ്ടാ? ഡോറേമോനും ഇരുന്ന് വീട്ടിലിരുന്ന് ബോറടിച്ചിരിക്കും. ആ ഡോറേമോനൊരു നല്ല കുട്ടിയാണ്. നിന്നെ കണക്ക് ഇങ്ങോട്ട് വരണമെന്നൊന്നും വാശി പിടിക്കൂലല്ലേ. ആ ഡോറേമോനെ കണ്ടിപ്പടി നീ. നിന്റെ ഡോറാമോന്റെ വീടെത്തി. എടാ ഷിംജാനെ, നമ്മളെ ഡോറാമോൻ ഭയങ്കര റിച്ച് ആണല്ലേ. നിന്റെ ഡോറാമോനെ ഒന്നും ഇവിടെ കാണാനില്ലല്ലേ. ഓടാ, നീ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയാന്ന്. ഡോറേമോൻ വന്ന സുഖം തന്നെയാടാ. പിന്നെ ഷിംജാനേടാ ഡോറേമോനെ. നിങ്ങൾ രണ്ടുപേരും കളിച്ചോ. ഞാൻ പിന്നെ മേലും എല്ലാം പോയി കിടക്കട്ടാ ഡോറേമോനെ. എടാ ഷിംജാനെ, പിന്നെ നമ്മൾ രാത്രി പോകും കേട്ടാ. പിന്നെ നിങ്ങളൊക്കെ ഇവിടെ ഇരുന്ന് കളിച്ചോ. ഞാൻ മോളത്തെ മുറിയിലെല്ലാം പോയിരുന്ന് ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. എന്നെങ്കിലും ഒരു വെറുതെ ഇരിക്കാൻ കിട്ടണ ഒരു ദിവസം കിട്ടിയ ആ ചെറുക്കന് എവിടെയെങ്കിലും പോണം. ഇനിയിപ്പോൾ രാത്രി വരെ ഈ ഡോറാമോൻ്റെ വീട്ടിൽ കിടക്കാം. ഇവിടെ ആണെങ്കിൽ AC ഒക്കെ ഉണ്ട്. AC-യിൽ സുഖമായിട്ട് ഇവിടെ കിടന്നങ്ങ് ഉറങ്ങാം. എൻ്റെ വീട്ടിലും കാശ് ഒരു AC വയ്ക്കണം. മണ്ടയിലൊന്നും നിന്ന് കാഴ്ച കാണാം. നല്ല കാഴ്ച കാണാൻ പറ്റും. പിന്നെ മണ്ടയിലൊക്കെ നിന്ന് നമുക്ക് അവിടെ നല്ല ഫോറസ്റ്റിൻ്റെയൊക്കെ നടക്കാണ്. നല്ല മരത്തിൻ്റെയൊക്കെ ഉള്ളിലാണ്. നല്ല കാറ്റൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ നിന്ന്. പിന്നെ കൂടാതെ അകത്ത് AC ഉണ്ട്. നല്ല സുഖമാണ്. ഇത് കണക്കൊരു വീട് എനിക്ക് വാങ്ങിക്കണം, അല്ലെങ്കിൽ വെക്കണേണ് നല്ലത്. ഒരു നല്ല വൈബുള്ള സ്ഥലത്ത് പോയി വീടൊക്കെ വെച്ച്. ഗായ്സ്, ഇവിടെ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല മഴക്കോളും മഞ്ഞും കണക്കത്തൊക്കെ ആയി കിടക്കണം. ഈ ഷിംജാനെ മഴ പെയ്യണ മുമ്പ് വിളിച്ചോണ്ട് പോയാലാ? പോയി ഇന്ന് കളിക്കട്ടെ അവൻ. ഗായ്സ്, ഇവിടെ രാത്രിയായി കേട്ടാ. മഴക്കോളും എല്ലാം അങ്ങ് പോയിട്ടുണ്ട്. ഇപ്പോഴാണ് ഒരു സമാധാനം. മഴക്കോളെല്ലാം പോയി. ഇനി സുഖമായിട്ട് ഷിംജാനെയും വിളിച്ചോണ്ട് വീട്ടിൽ പോവാം. ഇവന്മാരെയൊന്നും ഇവിടെ കാണാനില്ലല്ലേ. അവന്മാർ ചിലപ്പോൾ പുറത്ത് കാണും. എന്തായാലും നമുക്കൊന്ന് പുറത്തിറങ്ങി നോക്കിയൊക്കെ. പുറത്തു വല്ലതും കളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയാ നടന്നാലോ കളിക്കുകയായിരിക്കും ഈ രാത്രി. ഇവന്മാരാണെങ്കിൽ പറഞ്ഞാൽ പോലും അനുസരിക്കൂല. എടാ ഷിംജാനെ, ഡോറാമോനെ വാടാ. നിങ്ങളൊക്കെ വന്നാ? എവിടെ പോയിരുന്നു? ഈ രാത്രി നിങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്ക് പോയാ? കൊള്ളാലേടാ ഷിംജാനെ. നീ വീട്ടിലോട്ട് വാ, നല്ല അടി തരാം. എടാ എന്തായാലും വാ, നമുക്ക് പോവാം. കുറച്ച് നല്ല ലേറ്റായി പോയി. അമ്മ ഇവിടെ ഇപ്പൊ 9 മണിയായി. 8 മണിക്ക് പോവായിരുന്നതാണ്. ഞാൻ അങ്ങ് AC-യിൽ ഇരുന്നങ്ങ് ഉറങ്ങിപ്പോയി. അപ്പൊ ഗയ്സ്, ഞാനും ഷിംജാനും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് പോടാ, അടിച്ചു പറ്റിച്ചേരും ഞാൻ. നിന്റെ അടുത്ത് പറ്റൂലെന്നല്ലേടാ ഷിംജാനെ പറഞ്ഞ. ഞാൻ എന്തായാലും ജുറാസിക് പാർക്കിന്റെ അങ്ങോട്ട് പോകൂലേ ഈ രാത്രി. എന്തായാലും എനിക്ക് പറഞ്ഞ മനസ്സിലാവും. ഒരു ചെറുക്കം നീ വണ്ടിയെല്ലാം മറിച്ചിട്ട് ഞാനും കിടക്കും നീയും കിടക്കും ഈ രാത്രി. ചുറ്റിനൊരു മനുഷ്യർ പോലും ഇല്ല. മുണ്ടാ കൊണ്ടുപോകാന്നല്ലേ പറഞ്ഞ. ഇരുന്നോമോ അങ്ങനെ മര്യാദയ്ക്ക് ഇരുന്നോ, അല്ലെങ്കിൽ ഞാൻ നിന്നെ ഇവിടെ ഇറക്കിയിട്ട് ഞാൻ അങ്ങ് പോകും. ഗായ്സ്, നമ്മൾ തിരിച്ചു പോണ വഴിക്ക് ഇവിടെ ഫുള്ള് മഴയായി. ഈ ചെറുക്കൻ്റെ കാര്യം ഷിംജാനെ. ഇനിയിപ്പോ മഴയേറ്റ് എവിടെ നിർത്താൻ വണ്ടി? ഒന്ന് പോടാ, അവിടെയൊക്കെ ഡേഞ്ചറാണ് ജുറാസിക് പാർക്ക്. അത് എനിക്കും അറിയാം. രാത്രി ആയതുകൊണ്ട് ഡേഞ്ചർ എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഷിംജാൻ ഇതേ കണക്കത്തെ പരിപാടി ഇനി കാണിച്ചോ അല്ലേ നീ? ഇത് 100ാമത്തെ തവണയല്ലേടാ ഷിംജാനെ നീ ഇങ്ങനെ പറയണ? ആവട്ടെ, പേടിയെല്ലാം ആവട്ടെ. ഈ പ്രശ്നമെല്ലാം നിന്നെ കൊണ്ടാണ്. ഈ പ്രശ്നമെല്ലാം ഇവിടെ. ഷിംജാനെ, ഞാൻ വീട്ടിൽ എത്തട്ടെ. നിനക്ക് ഞാൻ നല്ല അടി തരും.
ഇത് നിന്റെ എത്രാമത്തെ സോറിയാണ്? ഓ, ഞാൻ വിശ്വസിച്ച് ഇത് നിന്റെ യഥാർത്ഥ സോറി തന്നെ. പിന്നെ എടാ ഷിൻചാനെ, ഇത് നിന്റെ ലാസ്റ്റ് വാണിംഗാണ്. ഇതേ കണക്ക് ഇനിയെല്ലാം നീ കാണിച്ച നിങ്ങനെ ആ വഴിയിലിട്ടിട്ട് അങ്ങ് പോകും. ഇനിയിപ്പോൾ മഴയും കൊണ്ടൊന്നും നിൽക്കണ്ട. വീട്ടിൻ്റെ അകത്ത് ആരെങ്കിലും ഉണ്ടാന്ന് ചോദിക്കാം. ഹലോ, വീട്ടിൻ്റെ അകത്ത് ആരെങ്കിലും ഉണ്ടോ? ആ, ചേച്ചി വന്നല്ലേ. എടാ ഷിൻചാനെ കയറി വാ. അതെ ചേച്ചി, ഞാൻ ഒരു സ്ഥലം വരെ പോയിട്ട് വരെയാണ്. വീടൊക്കെ അങ്ങ് ദൂരെയാണ്. അതുകൊണ്ട് ഇന്നൊരു മഴ തീരും വരെ ഞാൻ ഇവിടെ ഒന്ന് തങ്ങിക്കോട്ടെ. അതുകൊണ്ട് എൻ്റെ കൂടെ ഒരു കുരുത്തം കെട്ട് ചെറുക്കനും കൂടെ ഉണ്ട്. ഓ, അതിനെന്താ മോനെ, ഇന്ന് സുഖമായിട്ട് നീ ഇവിടെ കിടന്നോ? അതെന്താ അങ്ങനെ? ഒന്നുമില്ല, മഴയപ്പോ കിടക്കാനൊക്കെ നല്ല സുഖമല്ലേ തണുപ്പത്ത്. അതാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും നിങ്ങൾ രണ്ടുപോയി കിടന്നുറങ്ങ്. ഓ, അതിന് തന്നെ നമ്മൾ പോണം. വാട ഷിൻചാനെ. എടാ ഷിൻചാനെ, പ്ലീസ് ഒന്ന് അനങ്ങി വാ. എനിക്ക് എവിടെയെങ്കിലും ഒന്ന് ഇരുന്നോളാൻ വയ്യ മഴയും പിടിച്ച്. സമയം ഇപ്പം 12 മണിയാവാൻ പോണ്. ഇവനെ കൊണ്ട് ഞാൻ അങ്ങ് തോറ്റി. എടാ ഷിൻചാനെ, ഒന്ന് കേറി വാടാ. നീ അവിടെ എന്തിനടാ നോക്കണം ഷിൻചാനെ? വാ, നമുക്ക് എവിടെയെങ്കിലും പോയി കിടന്ന് ഉറങ്ങുകയോ എല്ലാം ചെയ്യാ. നീ ഒന്ന് വന്നാ നീ ഇപ്പോഴെങ്കിലും. എടാ, നമുക്കിനി എവിടെ പോയി കിടക്കാം? കാണാൻ എവിടെയെങ്കിലും പോയി നമുക്കൊന്ന് കിടക്കാം. എടാ ഷിൻചാൻ, ഇവിടെ വല്ല റൂമുണ്ടാന്ന് നോക്കട്ടെ. ഇവിടെ റൂമൊന്നും ഇല്ലെന്ന് തോന്നട്ടാ. ഇല്ല, റൂമൊന്നുമില്ല. അപ്പുറത്ത് നോക്കട്ടെ. ഇവിടെ ഒരു കിടക്കൊരു സെറ്റപ്പൊക്കെ ഉണ്ട്. നമുക്കേ ഇവിടെ കിടന്നങ്ങ് സുഖമായിട്ട് ഉറങ്ങാം. ഇവിടെ ആണെങ്കിൽ ചൂട് കായണ സാധനമൊക്കെ ഇല്ലേ, അതൊക്കെ ഉണ്ട്. നമുക്കിവിടെ അങ്ങ് വൈബായിട്ട് ജന്നാലയൊക്കെ ഉണ്ട്, നല്ല വൈബായിട്ട് കിടന്നങ്ങ് ഉറങ്ങാം. കേട്ടോ ഷിൻചാനെ? എടാ ഷിൻചാനെ, നീ ആ ഫയർ വേണമെങ്കിൽ കത്തിച്ചു പോയി. ഗായ്സ്, നമ്മൾ രാത്രി ഇവിടെ കിടന്നുറങ്ങിയപ്പോൾ എന്തൊരു അലറും പോലത്തെ എന്തൊക്കെ സൗണ്ട് കേട്ടല്ലേ എടാ ഷിൻചാനെ? മിണ്ടിപ്പോലടാ ഷിൻചാനെ, നീ ഒരു ഒറ്റ ഒരുത്തം കാരണമാണ് ഈ പാരാത്രി നമ്മളിവിടെ കിടക്കേണ്ടി വന്നത്. ഒന്ന് സൗണ്ട് ഉണ്ടാക്കണം, മിണ്ടായിരിയടാ. വാ, എന്തരന്ന് പോയി നോക്കാം. ഈ ചെറുക്കുണ്ടാക്കി വയ്ക്കുന്ന ഒരു ചില്ലറ വിനയൊന്നുമല്ല. സമയം ഇപ്പോൾ 1 മണിയാണ്ടേ. എന്നാണ് വാടാ ഷിൻചാനെ, നമുക്ക് വല്ലതും പോയി നോക്കാം. അവിടെ എന്തോന്ന് പ്രേതോ നീ പറഞ്ഞ കണക്ക് വല്ലതും ഉണ്ടാകുന്നു. ഒന്ന് കരയടം, മിണ്ടാതിരിക്കണം ഷിൻചാനെ. ആ ജനലിൽ കൂടെ എടുത്ത് വെളിയേറി. ഒന്ന് എൻ്റെ കൂടെ മര്യാദയ്ക്കൊന്ന് നിനക്ക് വരാൻ പറ്റുമോ? മനുഷ്യനൊന്ന് മര്യാദയ്ക്കൊന്ന് കിടക്കാൻ സമ്മതിക്കില്ല. എൻ്റെ മോനെ, അയ്യോ എടാ ഷിൻചാനെ, വീട്ടിൽ കമലയുടെ. അയ്യോ ഒരു കമലയുടെ നമ്മളെ വീട്ടിൽ. കമലേ എടാ, ഇറങ്ങി ഓടിക്കോളാം. നമ്മളെ വീട്ടിൽ കമല. ഈ ഷിൻചാനെ ഇവിടെ കമല പിടിച്ചാ. എനിക്ക് വയ്യ, നമ്മളെ വീട്ടിൽ കമലയടാ ഷിൻചാനെ. നീ എങ്ങോട്ട് പോയിരുന്ന മേലില്? എടാ ഷിൻചാനെ, ഞാൻ ഇവിടെ 1 സെക്കൻഡ് നിൽക്കണില്ല. നീ വാ, നമുക്ക് മഴയും കൊണ്ട് അങ്ങ് വീട്ടിലോട്ട് പോവാം. ഇനി മഴയും കൊണ്ട് ഇരുന്നാൽ നമ്മൾ രാവിലെ ആകുമ്പോൾ കാണൂല. ആ കമല നമ്മളെ കൊല്ലും. ഇവിടെ എവിടെ ഉണ്ടെന്ന് തോന്നുന്നു കമല. അതാണ്ട് ഇവിടെ. കമല എവിടെ പോയി? ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നടാ ഷിൻചാനെ. അല്ലടാ, ഞാൻ സത്യമായിട്ട് ഇവിടെ കമലേനെ കണ്ട്. എങ്കിൽ പിന്നെ നേരത്തെ എന്തൊരു അലറണ ഒരു അമരണ സൗണ്ട് നീ കേട്ടില്ലേ? ആ ഷിൻചാനെ, ഞാൻ ഇനി ഇവിടെ 1 സെക്കൻഡ് ഇരിക്കണില്ല. ഡേഞ്ചറാണ്. ഇവിടെ കമലയുണ്ട്. ഉണ്ടടാ ഷിൻചാനെ, നമുക്ക് ഇവിടെ നിന്ന് വേഗം രക്ഷപ്പെടാം. ഞാൻ പോണ്. നിനക്ക് വേണമെങ്കിൽ അവിടെ തന്നെ നിന്നോ. എങ്കിൽ നീ അവിടെ നിന്ന് ഇങ്ങോട്ട് വാ. ഈ ചെറുക്കം വരുത്തി വയ്ക്കണ വെനകളെ ചില്ലറയൊന്നും അല്ല. അവൻ്റെ ഡോറേമോനെ കാണാൻ ചെന്ന് എന്തൊക്കെ പ്രശ്നമായി. ഡോറേമോനെ കണ്ടിട്ട് ഇങ്ങോട്ട് വീട്ടിൽ വന്നിരുന്നെങ്കിൽ ഒരു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ലായിരുന്നേനെ. അപ്പം ആ വഴിയിൽ ജുറാസിക് പാർക്ക് ചുറ്റി കാണണമെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോയി പ്രശ്നമായത്. ഇപ്പോഴാണ് ഷിൻചാനെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു സമാധാനമായ. ഓടാ, നീ അങ്ങോട്ട് വീട്ടിൽ വാ, ഞാൻ കാണിച്ചു തരാം. മിണ്ടാതിരുന്നോടാ ഷിൻചാനെ, എനിക്ക് ദേഷ്യം വരണം. ഞാൻ നിന്നെ ഇവിടെ ഇറക്കിയിട്ടിട്ട് പോവും. എടാ ചെറുക്കൻ, നിനക്ക് എന്തൊരു അടിച്ചു വിട്ടരും ഞാൻ. അപ്പൊ ഇപ്പോഴാണ് ഒരു സമാധാനമായത്. നമ്മൾ വീട്ടിൽ എത്തി. മോനെ ഷിൻചാനെ, വീട്ടിലോട്ട് വാ, നിനക്കുള്ള സർപ്രൈസ് ഞാൻ തരാം.
ഇനി വീട്ടിൽ പോയി സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങണം. അല്ല ഈ വീട്ടിൻ്റെ അകത്ത് ആരോ ഇരിക്കണേ. അയ്യോ കമല, എടാ ഷിംജാനെ വീട്ടിൽ കമലയടാ കേറി. അവൾ നമ്മളെ പിടിച്ചേ. എടാ ഷിംജാനെ എടുത്ത് വെള്ളത്തിൽ ചാടിക്കോടാ. ഈ സ്വിമ്മിംഗ് പൂളിൻ്റെ അടിയിലെല്ലാം ഇങ്ങനെ മുങ്ങി ഇരിക്കുക. ഷിംജാനെ നീ എടുത്ത് ചാടിക്കും സ്വിമ്മിംഗ് പൂളി. അയ്യോ അല്ലെങ്കിൽ ഇവിടെ നിൽക്കണ്ട. അവൾ ഇവിടെ ഈ സ്വിമ്മിംഗ് പൂളി എടുത്ത് ചാടി എന്നെ പിടിച്ച് കൊല്ലും. സ്വിമ്മിംഗ് പൂളി മുക്കി കൊല്ലും. എടാ ഷിംജാനെ വന്ന് വണ്ടി കയറടാ. നമുക്ക് ഇവിടെ നിന്ന് നാട് വിടാം. വാ ഒന്ന് വണ്ടി കയറി. നിന്നെ കയറണോ ഈ കമല നമ്മുടെ പിറകെ വരണം. ആ കമലയുടെ വീട്ടിൽ പോയി നിന്ന് വന്ന് വണ്ടി കയറടാ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതിൻ്റെ ഒരു പാർട്ട് 2 വരുന്നതായിരിക്കും. ഇപ്പോൾ തന്നെ നമ്മുടെ വീഡിയോ 10 മിനിറ്റ് ആയെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഒരു പാർട്ട് 2മായി അടുത്ത ദിവസം വരുന്നതായിരിക്കും. അപ്പോൾ ബൈ.